സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. തിരുവനന്തപുരത്ത് അടുത്ത 3 മണിക്കൂറിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസത്തിനകം കേരളത്തിൽ കാലവർഷം എത്തും. ജൂൺ 3 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കും. ടി.എസ്. ഹരികൃഷ്ണ കാലാവസ്ഥ അപ്ഡേറ്റുമായി ചേരുന്നുണ്ട്. ഹരി, ഏതൊക്കെ മേഖലകളിലാണ്? തിരുവനന്തപുരത്ത് മാത്രമേ ഈ ശക്തമായ മഴയുള്ളൂ? മറ്റെവിടെയെങ്കിലും നേരത്തെ അലർട്ട് നൽകിയ പ്രകാരമുള്ള ജില്ലകളിൽ മഴ ശക്തിപ്പെടുന്നുണ്ടോ? ശക്തമായ കാറ്റ്, സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ തന്നെ പുറത്തുള്ള ആ ഇടിമുഴക്കം കേൾക്കാമായിരുന്നു. തലസ്ഥാനത്തെ മഴയുടെ ആ ഒരു കാഠിന്യം ഇപ്പോൾ ശമനമുണ്ടോ? ഹരി, ഇപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? പ്രജീഷെ, മഴയുണ്ടാകും. കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ പെയ്യുന്ന മഴയാണ്. നേരത്തെ തന്നെ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. മഴ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൃത്യമായ മുന്നറിയിപ്പായിരുന്നു അത്. ഇടിമിന്നൽ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളത്. ഇത് തമ്പാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ഒരു മണിക്കൂറായി അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു മുന്നറിയിപ്പ് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് എന്നാൽ അതിശക്തമായ മഴയെന്നാണ് പ്രവചനം. തിരുവനന്തപുരത്ത് പെയ്ത മഴയുടെ മറ്റ് വിവരങ്ങൾ കൂടി പറഞ്ഞാൽ, ഈ പള്ളിപ്പുറം ഭാഗത്ത് കഴിഞ്ഞ ഒരു 2:30 വരെയുള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ 61 മില്ലിമീറ്റർ മഴ പള്ളിപ്പുറം ഭാഗത്ത് പെയ്തു. കാര്യവട്ടം, തിരുവനന്തപുരം സിറ്റി, തുരുത്തുമൂട്, കാട്ടായിക്കോണം ഭാഗങ്ങളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. കഴക്കൂട്ടം ഭാഗത്തൊക്കെ ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചു. ഈ കാര്യവട്ടത്ത് 46.6 മില്ലിമീറ്റർ മഴയാണ് ഇന്ന് 2:30 വരെ പെയ്തത്. കഴക്കൂട്ടം, ചെമ്പങ്കോട് ആ ഭാഗങ്ങളിലൊക്കെ നല്ല മഴ പെയ്തു. ഇതുകൂടാതെ മലയോര മേഖലകളിലും ശക്തമായ മഴയായിരുന്നു. പ്രത്യേകിച്ച് ബാലരാമപുരം ആ ഭാഗത്ത്, കാട്ടാക്കട ഭാഗത്തൊക്കെ ശക്തമായ മഴ ലഭിച്ചു. ഇതുകൂടാതെ വെള്ളായണി, പള്ളിച്ചൽ ആ ഭാഗങ്ങളിലും മഴയുടെ കാഠിന്യം കൂടുതലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ തിരുവനന്തപുരം നഗരത്തിൽ പെയ്തു എന്നുള്ളതാണ്. മഴയ്ക്ക് ശമനമുണ്ടോ എന്ന് ചോദിച്ചാൽ, മഴയുടെ ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും. ഇതുകൂടാതെ ചില സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെയൊക്കെ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കാറ്റൊക്കെ അടിക്കുന്നത് കൊണ്ട് തന്നെ വലിയ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ചില ഗതാഗത തടസ്സങ്ങളൊക്കെ പലയിടത്തും രാവിലെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതായത് കടലിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കാലവർഷം വരാൻ പോവുകയാണ്. നേരത്തെ കാലവർഷം വരാൻ പോകുന്ന അതിന് മുന്നോടിയായിട്ടുള്ള മഴയും ശക്തിപ്പെടുമ്പോൾ പല കെടുതികളും നമ്മൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിൽ മേഖലയിലെ മുന്നറിയിപ്പുകൾ, അവിടെ കണ്ട അനിഷ്ട സംഭവങ്ങൾ, പല മരങ്ങളും കടപുഴകി വീണു. അപ്പോൾ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് ഈ മഴക്കാലത്തിന് മുന്നോടിയായി സർക്കാർ വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ടോ? അതായത് ജില്ലാ കളക്ടർമാർക്കൊക്കെ മുന്നൊരുക്കങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി അത്തരം യോഗങ്ങളും ഒപ്പം തന്നെ എടുക്കേണ്ട മുന്നൊരുക്കങ്ങളെ പറ്റിയൊക്കെ നേരത്തെ തന്നെ യോഗം ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ കാലവർഷം വരുമ്പോൾ സമയത്തുണ്ടാകുന്ന ഈ പലയിടത്തും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥിതി, അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങൾ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള ഒരു യോഗങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്. അതായത് മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെ കൃത്യമായി നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശം മേയറുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ പ്രവൃത്തികൾ പല ദിവസങ്ങളിലായിട്ട് മെയ് മാസത്തിൽ നടക്കുകയും ചെയ്തു. മെയ് പകുതിയോടുകൂടി അതൊക്കെ നടക്കുകയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ സാധാരണ വെള്ളം കയറുന്ന ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്, ഈ തമ്പാനൂർ എന്ന് പറയുന്നത്. സാധാരണ ഇതുപോലെ കനത്ത മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറുന്നത് പതിവാണ്, ഈ തിരുവനന്തപുരം ബസ് ടെർമിനലിൻ്റെ മുൻവശത്തൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. അത് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സ്ഥിതി വരാത്തത്. പക്ഷേ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗതാഗതക്കുരുക്ക് പലയിടത്തും ഉണ്ടാകാറുണ്ട്. അത് പലയിട സ്ഥലങ്ങളിലായിട്ട് ഗതാഗത തടസ്സവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ശരി, ടി.എസ്. ഹരികൃഷ്ണൻ തലസ്ഥാന നഗരത്തിൽ നിന്നും വിവരം നൽകിയാണ്. തലസ്ഥാനത്ത് ശക്തമായ മഴ പെയ്തു. മഴയ്ക്കിപ്പോൾ നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ്.